മഞ്ഞപ്പടയുടെ പേരിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് പുറത്തുണ്ട്. ISL നടക്കുന്ന കലൂർ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അർജുൻ മട്ടന്നൂരിനോടൊപ്പം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മ മഞ്ഞപ്പടയും ബാനറുമായി പ്രതിഷേധിക്കുന്നുണ്ട്. ടീമിന് മോശം പ്രകടനമാണ് ഈ പ്രതിഷേധത്തിന് കാരണം. ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങളെ എത്തിക്കണമെന്നാണ് മഞ്ഞപ്പടയുടെ ആവശ്യം. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. അർജുൻ മട്ടന്നൂർ, എന്താണ് മഞ്ഞപ്പടയുടെ പ്രധാനപ്പെട്ട ആവശ്യം? ഇന്നത്തെ മത്സരത്തിൽ എതിരിടുന്നത് മുഹമ്മദ് അൻസാണ്. ലീഗിൽ ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ടീമാണ്. ഈ ടോമിനോടുകൂടെ പരാജയപ്പെട്ടാൽ സ്വാഭാവികമായും അവരുടെ ക്ഷമ നശിക്കുമെന്നതും ഉറപ്പാണ്. എന്താണ് മഞ്ഞപ്പടയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അർജുൻ മട്ടന്നൂർ? ഡോക്ടർ അരുൺകുമാർ, നേരത്തെ തന്നെ തുടർ തോൽവികൾ വന്നതോടുകൂടി തന്നെ ആരാധകർ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ മൂന്ന് തോൽവികൾ കൂടി തുടർച്ചയായി വന്നതോടുകൂടിയാണ് മുഖ്യ പരിശീലകനായ മിഖായൽ സ്റ്റാറയെ മാനേജ്മെന്റ് മാറ്റിയത്. പക്ഷേ അപ്പോഴും ടീമിന്റെ പ്രകടനത്തിൽ ആരാധകർ തൃപ്തരല്ല. ഇന്ന് മഞ്ഞപ്പട, പ്രധാന ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട വലിയ പ്രതിഷേധത്തിലാണ്. അവർ ഇന്ന് സ്റ്റേഡിയത്തിന് പുറത്ത് ഇത്തരത്തിൽ ബാനറുകളടക്കം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ജനുവരിയിൽ വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടുതൽ മികച്ച താരങ്ങളെ ടീമിലേക്ക് എത്തിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന മികച്ച താരങ്ങളെ മറ്റ് ക്ലബ്ബുകൾക്ക് വിട്ടുകൊടുത്തു. അതിനുശേഷം കരാർ ഒപ്പിട്ട താരങ്ങളൊക്കെ തന്നെ അത്ര മികച്ച താരങ്ങളല്ല എന്നൊരു വിമർശനം ഈ ആരാധകർക്ക് ഒക്കെ തന്നെയുണ്ട്. മഞ്ഞപ്പട ഈ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നടക്കം വിട്ടുനിന്നിരുന്നു. എന്തായാലും എല്ലാ മത്സരവും കാണാറില്ല. എങ്ങനെ ഇപ്പം ടീമിന്റെ പ്രകടനം എന്താ മോശമാവാൻ കാരണം എന്താ? ടീമിന്റെ വളരെ മോശമാണ് ഇപ്പോൾ അഭിപ്രായം എന്ന് പറഞ്ഞാൽ. എല്ലാ കളിയും തോൽവിയാണ്. മാനേജ്മെന്റ് നല്ല കളിക്കാരെല്ലാം വിട്ടിട്ട് പകരം കളിക്കാരെ എടുത്തിട്ടില്ല. ഈ പറയുന്ന കോച്ചിനെ മാറ്റിയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല. ഇല്ല. ഇപ്പം ഓരോ മോഹൻ ബഗാനെ കണക്കുള്ള ടീമുകൾ കാശ് കളിക്കാരെ ഇറക്കുമ്പോൾ നമുക്ക് നമ്മളുള്ള നല്ല പ്ലേയേഴ്സിനെയും കൂടെ വേറെ ടീമുകൾക്ക് കൊടുക്കുകയാണ്. കോച്ചിനെ മാറ്റിയതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. അതുകൊണ്ട് കളി ജയിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കോച്ച് മാറുന്നതുകൊണ്ട് ജയിക്കും. താരങ്ങളൊക്കെ ഈ പ്രതിരോധമൊക്കെ ഭയങ്കര മോശമാണെന്നാണ് പൊതുവെ പറയുന്നത്. ഇന്ന് നല്ല കളി നല്ല സൂപ്പറായിരിക്കും ഇന്ന് കളി. കോച്ച് കളിക്കാരുടെ ഇതാണല്ലോ ജയിക്കണമെന്ന്. എന്തായാലും ഇത്തരത്തിൽ സാധാരണ കാണുന്ന ഒരു തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലരും നമ്മളോട് തന്നെ സംസാരിച്ചിരുന്നു. നേരത്തെ പലരും വിട്ടുനിൽക്കുകയാണ്. ടിക്കറ്റ് കിട്ടിയിട്ട് പോലും വിട്ടുനിൽക്കുന്ന ആരാധകരുണ്ട്. അത്രമേൽ നിരാശരാണ് ആരാധകർ. എന്തായാലും ജനുവരിയിൽ ട്രാൻസ്ഫർ വിൻഡോ വരുന്നുണ്ട്. ഇനിയിപ്പോൾ 12 മത്സരങ്ങളാണ് ഇതുവരെ പൂർത്തിയായത്. അതിൽ 3 ജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാനായത്. 7 മത്സരങ്ങൾ തോറ്റു, 2 സമനിലയും വഴങ്ങി. ഇനി 12 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഇതിലൊരു 8ഓ 9ഓ മത്സരങ്ങൾ വിജയിച്ചാൽ ഒരുപക്ഷെ പ്ലേ ഓഫിലെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ജനുവരി വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടുതൽ മികച്ച താരങ്ങളെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഞ്ഞപ്പടയുടെ മാത്രമല്ല, കേരളത്തിന്റെ കൂടെ ഒരു ആവശ്യമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഉന്നയിക്കുന്നത്. എന്നാലും ഇന്നത്തെ മത്സരം നമുക്ക് കാത്തിരുന്ന് കാണാം. അല്പസമയത്തുള്ളിൽ മത്സരം ആരംഭിക്കും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരിടുന്നത് ഈ ലീഗിലെ ഏറ്റവും അവസാന സ്ഥാനക്കാരായ മുഹമ്മദ് അൻസിനെയാണ്. മുഹമ്മദ് അൻസിന്റെ അടുത്ത് കൂടെ പൊട്ടിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഥ എന്താവും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ പൊട്ടില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പടയിൽ ഈ ആഗ്രഹം, ഈ പ്രാർത്ഥനകളൊക്കെ ഇന്ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പടയുടെ ബൂട്ടുകളെ കൂടുതൽ തീപിടിപ്പിക്കുമെന്ന് ഉറപ്പാണ്.